സത്യം പറഞ്ഞ ഇവരുടെ ഒരു വഴക്കൊക്കെ കാണുമ്പോൾ CPM-നെ ആയിരുന്നാലും അവിടെ അടി തീർന്നില്ലല്ലോ, അടി തീരട്ടെ എന്നിട്ട് അവിടുത്തെ ഗ്രൂപ്പ് കളി തീരട്ടെ, ഈ ഒരു വാക്കാണ് ചേട്ടന്മാരും കേട്ടാ അറിയാം. അവർ പറയാം എനിക്ക് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ആ കഴിവും കരുത്തും ഒക്കെയാണ് കിട്ടിയത്, പുറത്തൊന്നും കാണാനില്ല. ആ ഒരു എന്തായാലും അത് ഈ പ്രചാരണത്തിലെല്ലാം നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ മാത്രമല്ല കർണാടകയിലെ കോൺഗ്രസിന്റെയും കാര്യം ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ എനിക്ക് ചിരി വരുന്നത്. ചിരിക്കരുത് കേട്ടോ, സത്യം. അവർക്ക് പ്രതിപക്ഷത്തിരുന്ന് എന്നെ വയ്യാണ്ടായിരിക്കും. നമ്മളെ കേരളത്തിലെ പ്രതിപക്ഷമാണെന്ന് പറയുന്നത് ചേച്ചി, കർണാടകയിൽ അവരാണ് ഭരണപക്ഷത്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് അടിയെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. ഇതിനെല്ലാം വഴിവെച്ചതാരെന്നറിയാമോ? ആരാ ചേച്ചി? നമ്മുടെ മുഖ്യനാണ്, നമ്മുടെ ചങ്കൻ, ഇരട്ടച്ചങ്കനാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അദ്ദേഹം അതിലിരുന്ന് അതിൻ്റെ ആ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ഇപ്പൊ അതിനാണ് അടി വയ്ക്കുന്നത് എല്ലാവരും. എന്തോ ചേച്ചി എനിക്ക് എന്തായാലും അറിയില്ല. എനിക്ക് കർണാടകയിൽ ഇപ്പോൾ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. BJP പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം കർണാടകയിൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ഇത് കോൺഗ്രസിന് കിട്ടിയപ്പം തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നല്ല ചോദിച്ചത്, എത്ര വർഷം ഈ മുഖ്യമന്ത്രി ഇരിക്കും, എത്ര വർഷം മറ്റേയാളിരിക്കും എന്നായിരുന്നു ചോദ്യം. ഡിവൈഡ്. ഇപ്പൊ ഒരു നമുക്കറിയാലോ, നമുക്കിവിടെ ഗതാഗത വകുപ്പൊക്കെ പകുതി ആന്റണി രാജുവിനും പകുതി നമ്മുടെ KB ഗണേഷ് കുമാറിനാണല്ലോ കൊടുത്തത്. അതുപോലെ പകുതി വർഷം സിദ്ധരാമയ്യയും പകുതി വർഷം DK ശിവകുമാറും ആയിരിക്കും എന്നൊക്കെയായിരുന്നു അന്ന് വന്ന പരിഹാസരൂപേണ. അത് നമ്മളെ കേരളത്തിലെ അവസ്ഥയാണല്ലോ ചേച്ചി. ഇപ്പം കർണാടകയിൽ മാത്രമല്ല, ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ കേരളത്തിലോട്ട് വന്നാലും ഞാൻ ചില പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലയിൽ ഓരോ മുഖ്യമന്ത്രിമാരെ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഹാപ്പിയാണ്. ഇപ്പൊ തിരുവനന്തപുരത്തിന് ഒരു മുഖ്യമന്ത്രി, കൊല്ലത്തിന് ഒരു മുഖ്യമന്ത്രി, പത്തനംതിട്ടയ്ക്ക് ഒരു മുഖ്യമന്ത്രി. അതെ, തിരുവനന്തപുരത്തിന് ഇനി പകുതിയായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2.5 വർഷം ഞാനാവാ, 2.5 വർഷം നീ കൊടുക്കില്ല, ഓരോ മാസം ഓരോരുത്തർക്ക് വേണ്ടി വരും. പറയാൻ പറ്റില്ല ചേച്ചി, അത്രയധികം നേതാക്കന്മാരാണല്ലോ ഉള്ളത്. സത്യം പറഞ്ഞ ഇവരുടെ ഒരു വഴക്കൊക്കെ കാണുമ്പോൾ CPM-നെ ആയിരുന്നാലും കോൺഗ്രസിനെ അല്ല BJP-യെയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൈയെടുത്ത് തൊഴാൻ തോന്നും ചേച്ചി ഈ ഒരു കാര്യം കാണുമ്പോൾ. കാരണം ഇപ്പോൾ ഗ്രൂപ്പ് കളിയായിരുന്നാലും നമുക്ക് കോൺഗ്രസിലെ പറയണ്ട, ഇപ്പൊ കോൺഗ്രസ്സുകാരില്ല എന്ന് പറഞ്ഞാൽ പോലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സുധാകരൻ പക്ഷെ ഒരു സൈഡില്, VD സതീഷിന്റെ ഒരു സൈഡില്, സണ്ണി ജോസഫിന്റെ ഒരു സൈഡില്, അവിടെ അടുത്ത ശശി തരൂറിന്റെ പക്ഷെ ഒരു സൈഡില്, എല്ലാവർക്കും മുഖ്യമന്ത്രി കസേര വേണം. അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പറ്റൂല. നമ്മുടെ സത്യമായിട്ടും ചേച്ചി അവരുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതെ, ഐക്യതയില്ലാത്തൊരു മുന്നണിയാണ്. ഇപ്പൊ CPM എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതെന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടി ആയിട്ടാണ് തോന്നുന്നത്. കേഡർ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അവിടെ പല തട്ടിലും ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരെ എടുക്കുമ്പോൾ തദ്ദേശത്ത് ഒരു നേതാവ് കാണും, പാർട്ടി സെക്രട്ടറി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ആള് മുഖ്യമന്ത്രി എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അന്വേഷിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. അവരത് അംഗീകരിക്കും. ഇപ്പം BJP എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഒരു കേഡർ പാർട്ടി അല്ലെങ്കിൽ പോലും ഒരു സെമി കേഡർ പാർട്ടിയാണ്. അതിലും ഇപ്പോൾ ഒരു മോദി അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള നേതാക്കന്മാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അണികൾക്ക് എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കും. അതെ, നമ്മളിപ്പോ അടുത്ത് തന്നെ കണ്ടില്ലായിരുന്നോ CPI-യുടെ ഒരു എതിർപ്പ് പറഞ്ഞിരുന്നു, ഏതാണ് നമ്മുടെ PM ശ്രീയുടെ ഒരു. അപ്പോഴും ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കി അവർ ഒരുമിച്ചു. ഇല്ല, അത് മാത്രമല്ല ചേച്ചി, ഇപ്പോഴത്തെ ഇലക്ഷന്റെ കേസ് എടുത്തിരുന്നാലും എനിക്ക് തോന്നുന്നു BJP-യിൽ മാത്രമാണ് വിമതർ ഇല്ലാത്തത്. CPM-ലും കോൺഗ്രസിലും അറിയാം ഇതുവരെ പിൻവലിക്കാത്ത. എന്റെ വീടിനടുത്ത് പുഞ്ചക്കരിയിൽ പോലും കോൺഗ്രസിലെ വിമതർ മത്സരിക്കുന്നുണ്ട്. അതെ, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഒരു പാർട്ടിയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പാർട്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ലൊരു സംഘടനാ സംവിധാനമോ ഒന്നുമില്ലാത്തൊരു പാർട്ടി. പക്ഷെ മറിച്ച് ഇപ്പൊ CPM-ഉം BJP-യിലും പോയി കഴിഞ്ഞാൽ നല്ലൊരു സംഘടനാ സംവിധാനം ഉണ്ട്. ഒരുപാടില്ലെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു ഐക്യത്തോടെ നിന്ന് അത് പാർട്ടിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് നല്ലതായിരിക്കും ചെയ്യാൻ പോകുന്നത്, മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞതല്ലേ എന്ന്
എന്നൊരു കാര്യം മൈൻഡിൽ വെച്ചിട്ടെങ്കിലും ചേച്ചി അവര് ആ ഒരു തീരുമാനത്തെ അംഗീകരിച്ച് ഒരുമിച്ച് നിൽക്കും. ഇപ്പം സത്യം പറഞ്ഞു ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഒരു പരാജയം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അതിപ്പോ നമ്മൾ എവിടെ പോയി അതുപോലെ കാണുന്നില്ലേ, നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ നല്ല പൊതുവേ ഉള്ള ഒരു സംസാരം തന്നെ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒന്ന് കോൺഗ്രസിനെ കുറിച്ച് അവിടെ അടി തീർന്നില്ലല്ലോ, അടി തീരട്ടെ എന്നിട്ട് അടുത്ത ഗ്രൂപ്പ് കളി തീരട്ടെ, പ്രതിപക്ഷത്തിൽ കേട്ടറിയാം അവർ പറയാ അവിടെ ഗ്രൂപ്പ് കളി എന്ത് ചെയ്യുന്നു, അവരുടെ ഗ്രൂപ്പ് കളി തീരട്ടെ. അതെ, പ്രതിപക്ഷത്തിരുന്ന് ഒരു കാര്യം പോലും ഭരണപക്ഷത്തിനെ എതിർക്കുന്നില്ല, ശക്തമായിട്ട് എതിർക്കാനുള്ള കഴിവില്ല. കാരണം ഒരാൾ ഒന്ന് പറയുമ്പോൾ ഒരാൾ വഞ്ചി വലിച്ചോണ്ട് അപ്പുറത്തും. പിന്നെ എന്ത് പറയാൻ, എന്തെങ്കിലും നമ്മൾ പല അവസരത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന സമയത്ത് വി ഡി സതീശൻ അതിനെ എതിർക്കുമ്പോൾ കെ സുധാകരൻ വന്ന് അനുകൂലിക്കും. ഞങ്ങളുടെ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല, വി ഡി സതീശൻ പറഞ്ഞത് തെറ്റാണ്. അതായത് ഒരു പാർട്ടിയിൽ പോലും കാരണം ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെയധികം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. നമ്മുടെ ഇന്ത്യനെ പോലും 60 വർഷത്തിലധികം ഭരിച്ച ഒരു പാർട്ടിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇന്ത്യയെ ഭരിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അവസ്ഥയാണ് ഇന്നിങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ നേതാക്കന്മാരുടെ പിടിപ്പുകേടാണെന്ന് പറയാൻ പറ്റുള്ളൂ. വന്നതിന് ശേഷമാണോ തോന്നുന്നു അല്ലെ? രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നപ്പം, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പോലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പുറത്തിങ്ങനെ വലിയ തോതിൽ എത്തിയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ രമേശ് ചെന്നിത്തല മാറ്റിയിട്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ മുറുമുറുപ്പും അസാരസ്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവില്ല പുള്ളിക്ക്. അതെ, ലീഡർഷിപ്പ് ക്വാളിറ്റി സത്യം പറഞ്ഞ വി ഡി സതീശന് മാത്രമല്ല നമ്മുടെ ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയിട്ട് അവര് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എടുത്തിരുന്നാൽ പോലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇല്ല. ഇപ്പം നമുക്ക് കോൺഗ്രസ്സുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സോണിയാഗാന്ധി അവരുടെയൊക്കെ കുടുംബത്തിലുള്ളൊരു വ്യക്തിയല്ലേ, അവർക്ക് നല്ല അറിവുണ്ടായിരിക്കുമല്ലോ, അവരുടെ കുടുംബത്തിൽ നല്ല അടുത്ത നേതാവ്. അറിയാവോ, എനിക്ക് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ആ കഴിവും കരുത്തും ഒക്കെയാണ് കിട്ടിയത്, പുറത്തൊന്നും കാണാനില്ല. ആ ഒരു ഇത് വച്ചിട്ടല്ല നിങ്ങൾ ഒരിക്കലും ഇപ്പം നരേന്ദ്രമോദിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം എത്ര വർഷം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ആ ഒരു എക്സ്പീരിയൻസിന്റെ ഗുണമാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. സത്യമായിട്ടും ഇപ്പൊ ഒരു 10 വർഷത്തിലധികം മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ BJP സർക്കാർ വന്നിട്ട്. പക്ഷെ നിങ്ങൾ സാധാരണക്കാരോട് നേരിട്ട് ഇറങ്ങി ചോദിച്ചറിയാം, ഇതുപോലൊരു നല്ലൊരു ഭരണം ഈ ഇടക്കാലത്തൊന്നും ഇപ്പം ഈ 60 വർഷത്തിലധികമായിട്ട് ഈ കോൺഗ്രസ് ഭരിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ജനങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എല്ലാവർക്കും അത് ചേച്ചി ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും മോദി ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻസിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ജനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. എല്ലാവരും മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ മോദിയുടെ വികസന തന്ത്രങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ശരിയാണ്. ആ ഒരു നേതൃ ലെവലിലേക്ക് കോൺഗ്രസിലെ വി ഡി സതീശനായിരുന്നാലും രാഹുൽ ഗാന്ധിക്കായാലും എത്താൻ കഴിയാത്തതിന്റെ ഒരു പിടിപ്പ് കേടാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇടയ്ക്ക് അഖിൽമാരൊക്കെ ചില വീഡിയോ ഇടുന്നുണ്ട്. അദ്ദേഹമൊക്കെ പറയുന്നത് ശരിയാണ് ചേച്ചി. അവരുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കി ഇനിയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവസാന നിമിഷമൊക്കെ എന്ത് പുരോഗമിക്കാനാണ്. വേറൊന്നുമല്ല ചേച്ചി, കാരണം നമ്മുടെ കേരളത്തിലെ ഇനിയിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം എന്തായാലും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്, CPM-നെതിരെ നല്ല രീതിയിലുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ട് മാത്രം കോൺഗ്രസിന് ഈ അവസരം നല്ലതായിട്ട് വിനിയോഗിക്കാൻ പറ്റിയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ കാണുന്ന സീറ്റ് നിലയൊന്നും അല്ല, നല്ല ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചകളോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം ക്വാളിറ്റിയുള്ള ഒരുപാട് മത്സരാർത്ഥികൾ അവർ രംഗത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും അത് ഈ പ്രചാരണത്തിലെല്ലാം നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ, എങ്കിലും മാത്രമേ അത് വോട്ടായിട്ട് മാറുകയുള്ളൂ. വളരെ പഴക്കം ചെന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭരണ നേട്ടങ്ങൾ തന്നിട്ടുള്ള ഒരു പാർട്ടി കൂടി
കൂടിയാണ് നമ്മുടെ അല്ലെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന കോൺഗ്രസ്. ഐക്യമില്ലാത്തൊരു മുന്നണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുക, പാർട്ടി ശക്തിപ്പെടുത്തുക, തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി എടുക്കുക, നടപ്പാക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 10 വർഷത്തെ തുടർ ഭരണത്തിന് നിങ്ങൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അത് നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് എന്ന് പറയാതെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ചിന്തകളും പ്രവർത്തികളും ഉണ്ടാക്കുക. അതായിരിക്കും മുന്നോട്ട്. എനിക്കെന്നത് മാറി നമുക്ക് എന്നുള്ളൊരു തീർച്ചയായിട്ടും. എങ്കിലല്ലേ നമുക്കും വിശ്വാസം വരുള്ളൂ നിങ്ങളില്. അതെ, അപ്പൊ വിശ്വാസങ്ങൾ ഉണ്ടായാൽ മാത്രമേ വിജയം ഉണ്ടാകുള്ളൂ. അപ്പൊ നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ഇതെല്ലാം നിങ്ങളുടെ പ്രവൃത്തിയാണ് കാണിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലാണ്. അതെ. അപ്പൊ ഇനിയും സമയം താമസിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയാം. ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെങ്കിലും അതുണ്ടായില്ല എങ്കിൽ നിയമസഭാ ഇലക്ഷനെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു നീക്കവും മാറ്റവും മാറ്റമുണ്ടാകുമെന്ന് തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾക്കും അത് ആഗ്രഹമുണ്ട്, അല്ലേ? അതെ, ഒരുപാട് പേര് തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഇതുപോലെയുള്ള മറ്റൊരു ആരോഗ്യകരമായ ചർച്ചകൾ വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ.